മുനമ്പം പ്രശ്നത്തിൽ CPIഎമ്മും ഗവൺമെൻറ്റും ഒരു നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുനമ്പത്ത് കൈവശക്കാരുടെ പക്ഷത്താണ് ഗവൺമെൻറ്. കൈവശ കുടുംബങ്ങൾക്ക് സംരക്ഷണം കിട്ടാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. ഈ കമ്മീഷൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിയമവശം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കും. അത് നിയമവകുപ്പ് മന്ത്രി തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിലുള്ള സമീപനം വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ മുൻപ് വിഷയത്തിൽ ഒരു കമ്മീഷൻ വരുന്നു, ഈ കമ്മീഷൻ അനുയോജ്യമായ കാര്യങ്ങളായിരിക്കും തരിക. പക്ഷേ എന്നാൽ സർക്കാർ വാദങ്ങൾ പോലും കോടതിയിൽ ഒരു മുഖവിലേക്ക് എടുക്കാത്തൊരു സാഹചര്യം. കോടതിയെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ ഗവൺമെൻറ് എന്നുള്ളതല്ല. അപ്പം അതേ സന്ദർഭത്തിൽ അതിൻ്റെ നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് കോടതിയെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പരിശോധനയിൽ നിൽക്കുകയാണ്. ഓക്കെ, എന്താണ് ഇപ്പോൾ അതിനെപ്പറ്റി പറയേണ്ടത്? കേരളത്തിൽ തൊഴിലന്തരീക്ഷം വളരെ സമാധാനപരമാണ്. തൊഴിൽ മേഖലയിലുള്ള എല്ലാ തെറ്റായ പ്രവണതകളും അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഇത് സംബന്ധിച്ചമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും തൊഴിലാളികളിൽ വല്ലപ്പോഴും ഉയർന്നു വരുന്ന ഒറ്റപ്പെട്ടായ തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്ത് അതിന് വലിയ വിജയമാണ് കേരളത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ഇത്തരമൊരു സന്ദർഭത്തിൽ ഉണ്ടായത് അങ്ങേയറ്റം ഖേദകരമാണ്. മാത്രമല്ല, തൊഴിൽ മേഖലയിലെ സമാധാനാന്തരീക്ഷം അതിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമേ അവരുടെ നിലപാട് സഹായകരമാവുകയുള്ളൂ. ഈ കാര്യത്തിലുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട് തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ സമീപനം. കേരളത്തിൽ തൊഴിൽ മേഖലയിൽ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള തൊഴിൽ സൗഹൃദ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കേരളത്തിലെ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ശ്രമിച്ചു വരുന്നത്. ഒരു കാര്യം ഈ ആശാവർക്കർമാർ ഇപ്പോഴത്തേക്ക് സമരം പോകുന്നു. അവർ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ പുറപ്പെടുവിച്ച ഉത്തരവിൽ പോലും സർക്കാർ അപാകത കാണിച്ചുകൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത്. ഇല്ല, ആശാവർക്കർമാർ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രശ്നമില്ല. ആശാവർക്കർമാരുടെ ശരിയായ പ്രശ്നങ്ങളുടെ പക്ഷത്താണ് ഗവൺമെൻറ്. ആശാവർക്കർമാരുടെ പക്ഷത്താണ് ഗവൺമെൻറ്. അവരെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ച അനുഭവമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് അവർക്ക് പര്യാപ്തമായ മറ്റ് ഓണററി ഒന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. അതിന് വർധനകൾ അത് ആരാ ചെയ്യേണ്ടത്? ഇത് കേന്ദ്ര സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. കേന്ദ്ര സ്കീമാണിത്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ് ഇവർക്ക് തൊഴിൽപരമായ സംരക്ഷണം, നിയമപരമായ സംരക്ഷണം വേണം. ഇന്ത്യയിലെ ഒരു തൊഴിൽ നിയമത്തിൻ്റെയും പരിധിയിൽ ഇവർ പെടുന്നില്ല. അതുകൊണ്ട് തൊഴിൽപരമായ പല അവകാശങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണം എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. ഈ കാര്യത്തിൽ ആശാ വർക്കേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ഇന്നത്തെ രീതിയിലൊക്കെ അവർ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ശരിയായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അവരുടെ സംരക്ഷണത്തിന് സാധ്യമായ എല്ലാ നടപടികളും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള നിലപാട് സംസ്ഥാന ഗവൺമെൻറ് തുടരുകയാണ് ചെയ്യുന്നത്.